നമസ്കാരം. കന്യാസ്ത്രീയായിരുന്ന സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് സമൂഹ മാധ്യമങ്ങളുടെ ഇട്ട പോസ്റ്റ് വലിയ വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കർത്താവിൻ്റെ മണവാട്ടിയായിരുന്ന, സ്നേഹമാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യമെന്ന്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്ന യേശുദേവൻ്റെ ഒരു ശിഷ്യയായ ഒരു കന്യാസ്ത്രീ ഇത്തരത്തിലുള്ള പരാമർശം നടത്താൻ പാടുണ്ടോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത്. ഏതായാലും ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പലരും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളനുസരിച്ചുള്ള ശിക്ഷ ഇവർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ നിരവധി അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുഖ്യമന്ത്രി പ്രചരണത്തിന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം, അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധി തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നായിരുന്നു ഇവരുടെ കമൻറ്റ്. ഒരിക്കലും ഒരു കന്യാസ്ത്രീയോ അല്ലെങ്കിൽ കന്യാസ്ത്രീ ആയിരുന്ന ഒരു വ്യക്തിയോ നടത്തേണ്ടിയിരുന്ന ഒരു കമൻ്റ് ആയിരുന്നില്ല ഇതെന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ സിസ്റ്റർ ടീന ജോസിനെ തള്ളി അവർ അംഗമായിരുന്ന CMC സന്യാസിനി സഭ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. 2009 തന്നെ ഇവർ സഭയിൽ നിന്ന് പുറത്തായതാണ് എന്നും സഭയുടെ കന്യാസ്ത്രീയുടെ തിരുവസ്ത്രം ധരിക്കാനുള്ള അർഹത ഇവർക്കില്ല എന്നുമാണ് സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ നടത്തുന്ന പ്രസ്താവനകൾ അത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണെന്നും സഭയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ CMC കന്യാസിനി അവർ നടത്തുന്ന പ്രസ്താവനകളുടെ ഉത്തരവാദിത്വം അവർക്ക് മാത്രമായിരിക്കുമെന്നും സഭയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നും സഭ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സിസ്റ്റർ ടീന ജോസിൻ്റെ അംഗത്വം നേരത്തെ തന്നെ, അതായത് 2009 തന്നെ കാനോനിക നിയമങ്ങളനുസരിച്ച് തങ്ങൾ റദ്ദാക്കിയിരുന്നതാണ് എന്നാണ് സഭ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സഭയുടെ ഭാഗമായ ഒരു കന്യാസ്ത്രീയാണ് ഇത് നടത്തിയത് എന്ന വ്യാപകമായ പ്രചരണം ഇപ്പോൾ നടക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഇപ്പോൾ CMC സഭയും സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും സിസ്റ്റർ ടീന ജോസ് ആരാണെന്ന് പരിശോധിക്കുമ്പോൾ, അവരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഒട്ടേറെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണഗതിയിൽ കന്യാസ്ത്രീമാരായിരിക്കുന്ന പലരും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അധ്യാപക പ്രൊഫഷൻ അല്ലെങ്കിൽ നഴ്സിംഗ്, ഡോക്ടർ, അത്തരത്തിലുള്ള ആതുര സേവന രംഗം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള കോഴ്സുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ആ മേഖലയിലേക്കാണ് അവർ പലപ്പോഴും ജോലി ചെയ്യുന്നതുമൊക്കെ തന്നെ. എന്നാൽ സിസ്റ്റർ ടീന ജോസ് ആകട്ടെ ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തയായിരുന്നു. അവർ നിയമ ബിരുദധാരിയാണ്, ഇപ്പോഴും അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇവർ അഭിഭാഷകയായ സമയത്ത് തന്നെ അന്ന് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. എറണാകുളം ലോ കോളേജിൽ ഈവനിംഗ് കോഴ്സിന് ചേർന്നാണ് സിസ്റ്റർ ടീന ജോസ് LLB പാസ്സായത്. തുടർന്ന് അഭിഭാഷകയായി എൻറോൾ ചെയ്യാനുള്ള അവരുടെ ആവശ്യം അന്ന് ബാർ കൗൺസിൽ തള്ളിക്കളഞ്ഞിരുന്നു. കന്യാസ്ത്രീ എന്നുള്ള വരുമാനം ഉള്ള അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന ഒരു മേഖലയാണ്, പ്രൊഫഷനാണ് എന്നും അതുകൊണ്ട് തന്നെ അവർക്ക് അഭിഭാഷകയായിരിക്കാൻ കഴിയുകയില്ല എന്നുമാണ് ബാർ കൗൺസിൽ അന്ന് വിശദീകരിച്ചിരുന്നത്. സാധാരണഗതിയിൽ അഭിഭാഷകർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അഭിഭാഷക വൃത്തി നടത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് ബാർ കൗൺസിലിൻ്റെ പണ്ടേ മുതലെയുള്ള നിയമം. ഏതായാലും ഇതിനെതിരെ സിസ്റ്റർ ടീന ജോസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സിസ്റ്റർ ടീന ജോസിനെ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ബാർ കൗൺസിൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവർ ഇക്കാര്യം തള്ളിക്കളയുകയായിരുന്നു. സിസ്റ്റർ ടീന ജോസിന് അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യാമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയും അന്ന് ഉത്തരവിട്ടിരുന്നത്. അതിനെ തുടർന്നാണ് സിസ്റ്റർ ടീന ജോസ് ഒരു മുഴുവൻ അഭിഭാഷകയായും ജോലി ആരംഭിച്ചത്. ആരുടെ ജൂനിയർ ആകാതെ സ്വന്തമായി തന്നെയാണ് അവർ ഇപ്പോൾ കേസുകളും മറ്റും നടത്തുന്നത്. മാത്രമല്ല ഈ സഭയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയർന്ന വിവാദങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഇരകളുടെ പക്ഷത്ത് നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സിസ്റ്റർ ടീന ജോസ്. എറണാകുളം ജില്ലയിൽ കന്യാസ്ത്രീമാരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലൊക്കെ തന്നെ എല്ലാ കാലത്തും സഭയ്ക്കെതിരായ നിലപാടാണ് ഇവർ സ്വീകരിച്ചിരുന്നത് എന്നുള്ളൊരു ആരോപണം അന്ന് ഉയർന്നിരുന്നു. രാഷ്ട്രീയപരമായ ഒരു പ്രത്യേകിച്ച് നിലപാടുകളൊന്നും തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിലും 2020 ഒരു ആഭിമുഖ്യം പുലർത്തുന്ന ആളാണ് ഇവരെന്ന് പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ സിസ്റ്റർ ടീന ജോസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു വധഭീഷണി മുഴക്കിയതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പോലെയുള്ള വലിയ പദവിയിലിരിക്കുന്ന ഒരാളിനെ പരസ്യമായി വധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. അവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിൽ കേരളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതിഗതികളൊക്കെ തന്നെ താറുമാറായ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടായിരിക്കാം അവർ ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു ആഹ്വാനം നടത്തിയത്. എങ്കിലും സിസ്റ്റർ ടീന ജോസിനെ പോലെ ഒരു ഉയർന്ന വിദ്യാഭ്യാസമുള്ള ദീർഘകാലം കന്യാസ്ത്രീയായിരുന്ന ഇപ്പോൾ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നത് പിന്നിലെ ചേതോവികാരം എന്താണെന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം നിയമം അറിയാവുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരാളിന് പരസ്യമായി കൊല്ലാൻ ആഹ്വാനം നടത്തുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നും ഇതിന് അവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കണമെന്നുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുമായി പോലീസിനെ സമീപിച്ച അഭിഭാഷകരും പറയുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പ്രക്ഷോഭം നടന്ന സമയത്ത് മണിയമ്മ എന്ന ഒരു സ്ത്രീ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പിണറായി വിജയൻ്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും കൊല്ലണമെന്നൊക്കെ ഉള്ള രീതിയിൽ വ്യംഗ്യമായി ആ ഭാഷയിൽ സംസാരിച്ചത്. അന്ന് അവരുടെ പേരിൽ കേസെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. പിന്നീട് മണിയമ്മ ഇക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. സിസ്റ്റർ ടീന ജോസിൻ്റെ ഈ ഒരു
ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത്. മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനായ ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള നിരവധി പേർ കന്യാസ്ത്രീയുടെ ഈ പോസ്റ്റ് ശരിയായില്ല, ഇത് നീതിക്ക് നിരക്കാത്തതാണ് എന്ന രീതിയിൽ പലരും പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും സിസ്റ്റർ ടീന ജോസ് ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സിസ്റ്റർ ടീന ജോസ് അംഗമായിരുന്ന CMC സഭ നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴക്കമുള്ള സന്യാസിനി സമൂഹങ്ങളിലൊന്നാണ്. 1800കളുടെ അവസാനമാണ് സ്ഥാപിക്കപ്പെട്ടത്. നിരവധി പ്രമുഖരായ കന്യാസ്ത്രീകൾ ഈ സഭയുടെ ഭാഗമായിരുന്നിട്ടുണ്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയൊക്കെ പോലെയുള്ള വളരെ പ്രമുഖരായ വ്യക്തികളാണ് ഇത്തരത്തിലുള്ള ഒരു സന്യാസിനി മഠം വന്ന് സ്ഥാപിക്കുന്നതിന് പിന്നിലെ പ്രധാന പ്രേരക ശക്തിയായി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു കന്യാസ്ത്രീ വിഭാഗത്തിലെ അംഗമായിരുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയത് എന്നാണ് ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണമായി മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും സിസ്റ്റർ ടീന ജോസിൻ്റെ പ്രതികരണമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്.